ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, +2 റിസൾട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടോ, LBS മാത്രം അപ്ലൈ ചെയ്താൽ മതിയോ, ഇനി വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യണോ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളാണ് അംഗീകാരമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേരളത്തില് നഴ്സിംഗ് കോഴ്സുകളും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും എല്ലാം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റ് പലതരത്തിലുള്ള BVO പ്രോഗ്രാംസോ മറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കേരളത്തിൽ നടത്തുന്നൊന്നും അതൊന്നും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരില്ല. അതൊക്കെ ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഈ KUHSന്റെ അണ്ടറിൽ അല്ലാതെയുള്ള ഒരേ ഒരു ഓപ്ഷൻ അംഗീകാരമുള്ളത് അമൃത യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പ്രശ്നമില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ. പാരാമെഡിക്കൽ കോഴ്സുകൾ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, കുറച്ച് എണ്ണം എന്നതിനേക്കാൾ കുറച്ച് സീറ്റുകൾ മാത്രമേ കേരളത്തിലുള്ളൂ. BPT അല്ലെങ്കിൽ BASLP അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, MLT, അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ റേഡിയോളജി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ. അപ്പൊ നമുക്ക് നോക്കാം, രണ്ട് തരത്തിലുള്ള കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് ഗവൺമെന്റ് കോളേജുകൾ, രണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഗവൺമെന്റ് കോളേജുകളിലെ 100% സീറ്റും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. ഇവിടെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിൽ നമ്മൾ ഈ ഗവൺമെന്റ് കോളേജുകൾ അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് LBS അപ്ലൈ ചെയ്യാണ് വേണ്ടത്. LBS അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ +2 മാർക്കാണ് അവിടെ പരിഗണിക്കുക. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതിൽ BASLP പോലുള്ള കോഴ്സുകൾ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഞാനത് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ കേസിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നോക്കുക. ആ ഒരു ഇൻഡെക്സ് മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഗ്രിഗേറ്റ് മാർക്കിന്റെ ഒരു ഇൻഡെക്സ് മാർക്കിന്റെ ബേസിസിൽ റാങ്ക് ലിസ്റ്റ് ഇടുകയും അതുവഴി അലോട്ട്മെന്റ് നടക്കുകയും അതുവഴി അഡ്മിഷൻ ലഭിക്കുകയാണ് ചെയ്യുക. നോർമലി നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ നഴ്സിംഗിനോ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ഒക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് +2 ഫുൾ മാർക്സ് തന്നെ വേണം. അത് ചെറിയൊരു ഡിഫറൻസ് വരുന്ന MLTക്ക് മാത്രമേ ഉള്ളൂ. MLTക്ക് ചെറുതായിട്ട് കുറച്ച് മാർക്ക് കുറഞ്ഞാലും നമുക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് OBC കാറ്റഗറി ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കിതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് LBSന്റെ സൈറ്റിൽ തന്നെ കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് ലഭിച്ച കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ എത്ര റാങ്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും അഡ്മിഷൻ ലഭിച്ചതെന്ന് കാണിക്കുന്ന ഒരു ലാസ്റ്റ് ഇയർ അലോട്ടഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിലൂടെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയും നമുക്ക് ഞാൻ പറഞ്ഞു LBS വഴിയുള്ള ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞു. ഗവൺമെന്റ് കോളേജുകളിലേക്ക് രണ്ടാമത്തെ കൈൻഡ് ഓഫ് കോളേജ് എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 50% സീറ്റിലേക്കും LBS വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ഈ പറയുന്ന പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് എടുക്കുകയും അലോട്ട്മെന്റ് വഴി തന്നെയാണ് ഫില്ല് ചെയ്യുകയും ചെയ്യുക. ഏകദേശം നമ്മൾ നോക്കുവാണെങ്കിൽ BSc നഴ്സിംഗിന് ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അഗ്രിഗേറ്റഡ് പെർസെന്റേജ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 94% ആണ് ലാസ്റ്റ് ഇയർ കിട്ടിയിരിക്കുന്നത്. കാർഡിയോവാസ്കുലർ ടെക്നോളജി, റേഡിയോളജി പോലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഒരു 98, പെർഫ്യൂഷൻ ടെക്നോളജി 97, BPT ഒരു 94, 93, ഒപ്റ്റോമെട്രി ആൻഡ് MLT 93, ആ റേഞ്ച്. ഓക്കെ, ഇങ്ങനെ ഓരോ കോഴ്സിനും ഓരോ കൈൻഡ് ഓഫ് കട്ട് ഓഫ് ആണ്. അതും സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ 50% സീറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ബാക്കിയുള്ള 50% സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 35% സീറ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് സീറ്റും പിന്നെയുള്ള 15% സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റുമാണ്. ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് കൂടുതൽ കോളേജുകളിലും അസോസിയേഷൻ വഴിയാണ് ആ സീറ്റ് ഫില്ല് ചെയ്യുക. അസോസിയേഷന്റെ അലോട്ട്മെന്റ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളുടെ അസോസിയേഷനാണ് AMCS FNCK എന്ന് പറയുന്നത്. അപ്പൊ AMCS FNCK ഇതേപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിക്കും. അവിടെയും നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഇടും. അവിടെ കൂടുതലും ക്രിസ്ത്യൻ കുട്ടികൾക്കാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ MBBSന്റെ കേസിലാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ കോട്ടയിലേക്ക് ഓരോരോ കാറ്റഗറി അനുസരിച്ച്, അതായത് ജാക്കോബൈറ്റ്, ഓർത്തഡോക്സ് അല്ലെങ്കിൽ സീറോ മലബാർ, അങ്ങനെ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ നഴ്സിംഗിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരു കോളേജ് ഏത് സഭയുടെ കീഴിലുള്ള കോളേജാണോ ആ കോളേജിലേക്ക് അവർക്കായിരിക്കും എന്ത് കിട്ടുക, അഡ്മിഷൻ ലഭിക്കുക എന്ന് മനസ്സിലാക്കുക.
അപ്പം ഞാൻ പറഞ്ഞു 35% സീറ്റുകളിലേക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളുടെ അസോസിയേഷനിലുള്ള കോളേജുകൾ 35% സീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു AMCS-FNCKയുടെ അലോട്ട്മെന്റ് വഴിയാണ് നടക്കുക. അവിടെയും ഒരു 93% എബോവ് മാർക്സ് നമുക്ക് വേണ്ട വരും. ബാക്കിയുള്ള 15% സീറ്റ് വരുന്നത് NRI സീറ്റാണ്. ഓക്കെ, ഇനിയും നമുക്ക് PMC MAC എന്ന് പറയുന്ന അടുത്തൊരു അസോസിയേഷൻ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസാണ് PMC MAC. എല്ലാവരും PMC MACനും കൂടെ കുറച്ച് മാർക്സ് കുറവാണെങ്കിൽ PMC MACന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അല്ലാതെയുള്ള മറ്റു ചില കോളേജുകളുടെ അസോസിയേഷൻ, അതിൽ കുറച്ച് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോളേജുകളുടെ അസോസിയേഷനാണ് PMC MAC എന്ന് പറയുന്നത്. സോ PMC MAC പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ മാർക്ക് +2ന്റെ ഈ 4 സബ്ജക്റ്റിന്റെ മാർക്ക് കൂട്ടിയിട്ട് 460 ഒരു ഇൻഡെക്സ് മാർക്കായിരിക്കും അവിടെ നോക്കുക. ഇവിടെ CBSE കുട്ടികൾക്ക് കുറച്ച് പ്രയോറിറ്റി കൂടുതലുണ്ട്. അതായത് അവർക്ക് 10% മാർക്ക് കൂടുതലായിരിക്കും. അതായത് CBSE സിലബസിൽ അല്ലെങ്കിൽ IS സിലബസിൽ 89% കിട്ടിയ കുട്ടിയും സ്റ്റേറ്റ് സിലബസിൽ 99% കിട്ടിയ കുട്ടിയും സെയിം ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. അതായത് CBSE IS സിലബസിലുള്ള കുട്ടികൾക്ക് ഒരു 10% മാർക്ക് അവർ ഇൻക്രീസ് ചെയ്തിട്ടാണ് അവിടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഇടുക. സോ അവിടെയും ഇതേപോലെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അലോട്ട്മെന്റ് വഴിയാണ് അവിടെയും ഫില്ല് ചെയ്യുക. ഇനി ഈ പറയുന്ന AMCS-FNCKയും PMC MACുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. സോ PMC MACാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞു കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിൽ അവിടെ ഒരു ഏകദേശം ഒരു 93%. ഞാൻ പറഞ്ഞു 93% ഏകദേശം അവിടെ റിസർവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. AMCS-FNCKയിലാണെങ്കിലും സോ PMC MACിലാണെങ്കിലും പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല. AMCS-FNCKയിലാണ് ഞാൻ പറഞ്ഞു കൂടുതൽ 90% സീറ്റും ക്രിസ്ത്യൻ കാറ്റഗറിയിലാണ് വരുന്നത്. PMC MACിൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല. അവിടെയും ഏകദേശം 93% മാർക്സ് തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വേണം. എങ്കിൽ പോലും നമുക്കൊരു പോസിബിലിറ്റി ഉള്ളൊരു കേസാണ് PMC MAC എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ സിമെറ്റ്, CPAS പോലെയുള്ള ചില അസോസിയേഷൻ വഴി നമ്മുടെ സഹകരണ കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെയും ഓരോ ഡേറ്റ് വരുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ചില കോളേജുകളുണ്ട്. ചില കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്വന്തമായിട്ട് അസോസിയേഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ചില കോളേജുകളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. ഓക്കെ, ഏതൊക്കെയാണെന്ന് വീഡിയോ ആയിട്ടും തരുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ല, മെറിറ്റ് അടിസ്ഥാനത്തിൽ ഒന്നും അല്ലാതെ ഈ പറയുന്ന 35% മാനേജ്മെന്റ് സീറ്റിലേക്ക് മറ്റു രീതിയിൽ അഡ്മിഷൻ കൊടുക്കുന്ന ചില കോളേജുകളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു 35% സീറ്റ് മാനേജ്മെന്റ് സീറ്റ് ആണെന്ന് പറഞ്ഞു. സോ ബാക്കിയുള്ള 15% സീറ്റ് 15% സീറ്റ് NRI സ്റ്റുഡൻസിനുള്ളതാണ്. ഓക്കെ, NRI സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വിദേശത്ത് വർക്ക് ചെയ്യുന്ന പേരൻസിന്റെ മക്കൾക്കുള്ള കോട്ട സീറ്റാണ്. അതാണ് NRI സീറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരോ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മൾ തരും. അതുപോലെ നമ്മുടെ ചാനലിലാണെങ്കിലും തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചെറിയ ചെറിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.